ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ലണ്ടനിലാണ്. ലണ്ടനിൽ ഞാൻ യൂണിവേഴ്സിറ്റിയിലാണുള്ളത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീനിച്ചിലാണ് ഞാൻ പഠിക്കുന്നത്. MA ഇൻ്റർനാഷണൽ ബിസിനസ്സാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ കുറേ നാളായി ഇപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിപ്പോൾ ഒരിടയ്ക്ക് ഞാൻ ലോങ് വീഡിയോസ് ഇടുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നിർത്തിയിട്ട് ഷോർട്ട് വീഡിയോസ് മാത്രം ഇട്ട് തുടങ്ങിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോർട്ട് വീഡിയോസ് ഇടുന്നത് നിർത്തിയായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഇതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ പുറകെ ആയിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഒരു ലോങ് വീഡിയോ ഇടാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ എന്താണേലും എന്താ പറയുക, ഇനി യൂണിവേഴ്സിറ്റി കാഴ്ചകളും UK വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇനി ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ UK ഞാൻ എങ്ങനെയാണ് വന്നത്, ഏത് കോഴ്സ് എടുത്ത് ഏത് ഏജൻസി വഴിയാണ് ഞാൻ വന്നത്, എനിക്ക് മൊത്തം എത്ര ചിലവായി എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പം ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് ഫസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പം ഇന്നലെ ID കാർഡ് കളക്ട് ചെയ്തു, മിനിഞ്ഞാന്ന് ഞാൻ വന്നു. ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ 1 hour ക്ലാസ് വീതം. എനിക്കൊരു അബദ്ധം പറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഫസ്റ്റ് 9 to 10 ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ക്ലാസ്. അത് കഴിഞ്ഞിട്ട് 10 to 11 എനിക്ക് ബ്രേക്കായിരുന്നു. പക്ഷേ നമുക്കറിയില്ലല്ലോ, ഞാൻ ടൈം ശ്രദ്ധിച്ചില്ലായിരുന്നു. 10 to 11 ഞാനൊരു 10 to 11 ഞാൻ അതായത് 11 to 12 ഞാൻ അറ്റൻഡ് ചെയ്യേണ്ട ക്ലാസ് ഞാൻ 10 to 11 അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അറ്റൻഡൻസ് മാർക്കൊക്കെ ചെയ്ത് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെൻ്റെ ബ്രേക്ക് ടൈം ആയിരുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും വീണ്ടും എനിക്ക് ആ സെയിം ക്ലാസ് തന്നെ ഒന്നുകൂടെ അറ്റൻഡ് ചെയ്തിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ബ്രേക്കും കിട്ടിയില്ലായിരുന്നു. പിന്നെ 12 to 1 ഒരു ക്ലാസ് കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ 1 to 2 വേറൊരു ക്ലാസ്സും കൂടി ഉണ്ടായിരുന്നു. അപ്പം മൊത്തത്തിൽ എനിക്ക് തോന്നുന്നത് വ്യാഴാഴ്ച മാത്രമാണ് ഇത്രയും ക്ലാസ് ഉള്ളത്. ടൈം ടേബിൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ എന്താണേലും നല്ല വിശക്കണുണ്ട്. അപ്പം ഞാൻ ഈ സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കഴിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഒരു വീഡിയോ എടുക്കാമെന്ന്. ഇപ്പം ഇതാണ് കേട്ടോ എൻ്റെ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീനിച്ച്. എന്താണേലും കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് യൂണിവേഴ്സിറ്റീനെ ഒരു ചെറിയൊരു യൂണിവേഴ്സിറ്റി ടൂർ എന്നൊക്കെ പറയാം. അതുപോലെ പിന്നെ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് വരാനായിട്ട് ഞാൻ എങ്ങനെയാണ് അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെയാണ് വന്നതെന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ കൂടുതലായിട്ട് ഇപ്പോൾ പറയാനായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കറിയാവുന്നതാണെന്നുണ്ടെങ്കിലും ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം ജസ്റ്റ് ഒരു യൂണിവേഴ്സിറ്റി ടൂറും കൂടെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ എൻ്റെ ബിഫോർ UK വരുന്നതിന് മുമ്പുള്ള പാക്കിങ്ങും, പിന്നെ ഞാൻ ബിസിനസ് ക്ലാസ്സിലാണ് വന്നത്. അതൊരു സർപ്രൈസ് ആയിരുന്നു. സർപ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, ആക്ച്വലി എക്കണോമിക്ക് ബുക്ക് ചെയ്യാനായിട്ടാണ് ഇരുന്നത്. അപ്പോൾ എക്കണോമിക്ക് 1 lakh മേലെ, അതായത് സാധാരണ 25,000, 30,000, 35,000 ഒക്കെ വരുന്ന എക്കണോമിക് ക്ലാസ്സിന് എനിക്ക് തോന്നുന്നത് സീസൺ ആയതുകൊണ്ടായിരിക്കണം 1,25,000, 1,65,000, 1,80,000 അതുവരെയൊക്കെ എക്കണോമിക് ക്ലാസ്സിന് റേറ്റ് കാണിച്ചു, ടിക്കറ്റിൻ്റെ റേറ്റ്. അപ്പം ജസ്റ്റ് വെറുതെ ഞാൻ ഒരു ടൂർസ് ആൻഡ് ട്രാവൽസ് വഴിയിട്ടാണ് ഇത് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ അവർ ജസ്റ്റ് വെറുതെ ബിസിനസ് ക്ലാസ്സിന് എത്രയായിരിക്കും റേറ്റ് എന്നൊന്ന് ജസ്റ്റ് നോക്കിയത്. അപ്പോൾ ബിസിനസ് ക്ലാസ്സിന് 71 കാണിച്ചു, എയർ ഇന്ത്യ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഫസ്റ്റ് ട്രാവലാണ്, അത് ബിസിനസ് ക്ലാസ്സിൽ വരാൻ പറ്റി. ബിസിനസ് ക്ലാസ് അടിപൊളിയായിരുന്നു കേട്ടോ, കുഴപ്പമില്ല. ഞാനിതുവരെ വേറെ എക്കണോമി ഒന്നും കയറാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. ഫസ്റ്റ് ട്രാവൽ എന്താണേലും അടിപൊളിയായിട്ട് ഇവിടം വരെ എത്താൻ പറ്റി. പിന്നെ ബിസിനസ് ക്ലാസ്സിൻ്റെ ലോഞ്ചും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ടൊക്കെ പറ്റി. അതുകൊണ്ട് മൊത്തത്തിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എനിക്ക് ഒരേ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ളൂ, നിങ്ങൾ എപ്പോഴും UK അല്ലെങ്കിൽ ലണ്ടനിലേക്ക് എവിടേക്കാണെന്നുണ്ടെങ്കിലും വരുന്നതിന് മുമ്പേ അക്കോമഡേഷൻ പ്രോപ്പറായിട്ട് സെറ്റാക്കിയതിന് ശേഷം മാത്രം വരിക. ഇല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ ഓടേണ്ടി വരും. അത് കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണ്. കാരണം നമ്മൾ ഒരുപാട് പൈസ ആയിട്ടല്ലല്ലോ ഇങ്ങോട്ട് വരുന്നത്.
അപ്പം കുറച്ച് ടാസ്ക് ആയിരിക്കും. പിന്നെ മാക്സിമം എത്രയും പെട്ടെന്ന് പാർട്ട് ടൈം ഒക്കെ കണ്ടുപിടിക്കാനായിട്ടൊക്കെ ശ്രമിക്കാം. എനിക്കിതുവരെ സെറ്റായിട്ടില്ല, ഞാൻ വന്നിട്ട് 2 ദിവസമേ ആയുള്ളൂ. എന്നാണേലും എത്രയും പെട്ടെന്ന് റെഡിയാക്കണം. ഇൻ കേസ് എനിക്ക് എത്രയും പെട്ടെന്ന് പാർട്ട് ടൈം ഒക്കെ കിട്ടി റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം എങ്ങനെയാണ് പാർട്ട് ടൈം എനിക്ക് കിട്ടിയതെന്നൊക്കെ ഉള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു ചെറിയൊരു യൂണിവേഴ്സിറ്റിയുടെ ചെറിയൊരു ഭാഗം കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പം ബൈ.